എനിക്കും എഞ്ചിനീയർ പഠിക്കാൻ തന്നെയാണ് പൂതി. അതിന് എന്റെ ഇപ്പച്ചി എന്നെ ചേർക്കൂലേ. സൈന ഞാൻ ഇറങ്ങാറില്ല എന്നോട്. ഞാൻ വാങ്ങിത്തരാ. എന്താ ചൊർക്കള പെണ്ണ് കൊഞ്ഞു നോക്ക തന്റെ ചൊർക്കള പെണ്ണ് കെട്ടിട അങ്ങനത്തെ കെട്ടണം. ആപ്പിള് മരക്കുള്ള പെണ്ണ് ഇപ്പൊ പറയാലും അനക്ക് മുത്ത ഞാനല്ലാതെ വേറെ ആരാ വാങ്ങിത്തരാ? അതാണ് കുഞ്ഞാപ്പോ. ഞാനോട് പറഞ്ഞില്ല ഇന്നലെ സൈനക്ക് സ്വർണ്ണം എടുക്കാൻ പോണെന്ന്. ഇപ്പച്ചി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾ കോത്തിൽ തല ഉണ്ടാവൂലോ. അതല്ല, ഞാൻ എന്റെ കാര്യം ആലോചിച്ചാണ്. എനിക്ക് കിട്ടിയത് കാട്ടു മോചനല്ലേ. പിന്നെ എനിക്ക് ടീമിനെ സ്വർണ്ണ വേറൊരു വിത്തോട്ട് ചായ. എനിക്കൊരു വിത്തോട്ട് ചായ. അതെന്തെങ്കിലും സാറിന് ചായ കുടിക്കല് വിത്തോട്ടിനെ പറഞ്ഞു അന്വേഷിച്ചില്ല ഞാൻ അനുകരിക്കുന്നത് തന്നെ. ഞാൻ പോയാല് പറഞ്ഞില്ലേ അപ്പൊ സൈനന്റെ അടുത്ത് പോവാൻ വിടൂല. പറഞ്ഞില്ലേ ഞാൻ വളർത്തിണ്ടാക്കി. കേട്ടല്ലേ ഒരിക്കൽ പറഞ്ഞാലേ രണ്ടാക്കും നല്ല കിട്ടിയിട്ടില്ല. അങ്ങനെ പറയണ്ട. ഇന്നെ കെട്ടിക്കൊന്നേ ഈ നാട്ടിൽ ഏറ്റവും ചൊറുക്കുള്ള പെണ്ണ് ഞാനേ. ഏറ്റവും ചൊർക്കുള്ള പെണ്ണല്ല, ഏറ്റവും കിറുക്കുള്ള പെണ്ണ്. ഇതിന് പറയും കുൽസുത്താത്തെ എന്താ പോയി നമ്മള് ചുക്കൂറിന്റെ സെമീറ വിളിച്ചോടി പോയി. എന്റെ ചോറും തന്നെ എന്റെ മൂത്തോക്കി കോരക്കേ. ചായ ക്യാൻസൽ. അൻ്റെ ക്യാൻസൽ. കുറച്ച് ഓവറായിക്കുന്നേക്ക് മൂച്ച് പിരാന്തല്ലേടി. നിങ്ങളപ്പ ഞാൻ എന്നുകൂടി അന്ന് എനിക്ക് വിരാന്തായി. എല്ലാ വർത്താൻ മറന്നു വേണ്ട. ഇപ്പന്നെ കണ്ടല്ലേ ഒരു ഹലുവപ്പൊതി മാറിക്കുണ്ട്. നിങ്ങക്ക് നാടൻ നായ്ക്കളെ മൂപ്പി ഞങ്ങക്ക് ഞാൻ എവിടെ നമ്മള് വരില്ലേ. എനിക്കെന്ത് പറ്റിയേ? എന്റെ ഇപ്പച്ചിക്ക് ഒന്നുമില്ല. പോയാ സത്യം പൊട്ടിയാണ് മടിയില്ല. ഓട് പണ്ടേ പോകുന്ന എനിക്ക് അറിയാനും. പോയി പഠിച്ചോനെ ഞാൻ ഇത് ആരോടാന്ന് പറയാ. മൂക്കിൽ പല്ലുന്നുണ്ട്. കണ്ണി കണ്ട പെണ്ണുങ്ങളെ നോക്കിയാണ് വെള്ളം ഇറക്കല്ലേ നിങ്ങള്. തന്തേ വലിയ ബാല്യക്കാട്ടി ആ തൊള്ളി ഒറ്റ പല്ലിനടി. തേങ്ങ കൂടാ ആ തൊള്ളൊന്ന് പൂട്ടിക്ക ഈച്ച കയറും. അല്ലേ അന്വേഷിച്ചില്ല ഞാൻ അല്ലേ മാട എന്നോട് തന്നെ പറയാ മേത്തല സുക്കൂറിന്റെ ഓള് ഒളിച്ചോടീന്ന്. അല്ലാന്ന് ഇത് ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്. അതെങ്ങനെയും എനിക്ക് ധാരോടെങ്കിൽ വെപ്പുല വെച്ചിക്കാണ്ട് മണ്ണം വെക്കണേ. വല്ല വർത്താനം പറയണ്ട. ഞങ്ങൾ ഉള്ള പല്ലാണ് പോകും. എന്താണ് ഈ തലോ നിന്റെ കാലിന് മുട്ടുമ്പോ തേച്ചൊരു ഭയങ്കര നീ നീ അനുകരണം കൊണ്ട് കോളേജ് കൊണ്ടുപോയി ചേർത്തില്ലെങ്കിൽ നിങ്ങള് സൈലന്റ് അടുത്തേക്ക് പോകാൻ അമ്മച്ചനോട് പറഞ്ഞു. പറയായിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല മോനെ. ഇവിടെ ഉണ്ടല്ലോ മോനെ ഓളെ പറ്റി പറയുമ്പോ എന്തായാലും നാക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ട്? വേദന. എങ്ങനെ വേദന ഇല്ലാക്കും ഇത്ര തള്ളച്ചേ. പിന്നെ ഈ പോലത്തെ പോണെങ്കിൽ ഞാൻ രണ്ടാമത് കിട്ടും. അങ്ങനെ സുമയാക്കില്ലേ ഇന്നൊരു നോട്ടുണ്ട്. നോട്ടല്ല ചാട്ടൈകാരം. കേട്ടുണ്ടോ അപ്പൊ ഇനി ഞാനെന്ത് കാണിച്ചാലും അനുകരിക്കുവോ? ഞാൻ അനുകരിക്കും. ഞാൻ കുട്ടികളെ മാറി ഇത് ജിമ്മച്ചിനോട് പറയാൻ ഞാൻ കോളേജിൽ കൊണ്ട് ഇന്ന് ചേർത്തു. ഏതാ കോളേജ്? KMCT എഞ്ചിനീയർ കോളേജ്. അല്ലവന് ഓൾ ആരോടെയാ പോയെങ്കി അത് ആരോടെയാ പോയെന്ന് പറഞ്ഞ ഞങ്ങൾ ഞെട്ടു. ഞാൻ ഞൊട്ടു. നീ കാര്യം പറ. നിങ്ങൾ സുമയ്യ 5 മാല നീക്കണേ. അത് വല്ല കള്ളം കൊണ്ടുവച്ച് നോക്കിയേക്കാരെ. എന്നൊക്കെ കള്ളന്റെ മോശേപ്പും ഉണ്ട്. ശുക്രാക്ക ഇന്റെ ഈ ഡ്രസ് എങ്ങനെ ഉണ്ട് കാണാൻ? എന്നാ വാ. എന്റെ ചങ്ങായിമാരൊക്കെ അവിടെ പഠിച്ചോണ്ടേ, ഞാൻ മാത്രം പൊട്ടാവും. അതെനിക്കറിയില്ല പൊട്ടനാന്നുള്ളത്. പക്ഷെ നടക്കൂല. അതാ ഈ KMCT കോളേജ് ഉള്ളത് കാസർഗോഡും. നീ പറഞ്ഞ നേരാ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം. എനിക്ക് സംശയമുണ്ട്. എടുക്ക് വണ്ടി. ഈ ഡൗസ് ഇട്ടാ മരിക്കണ്ട്. ഈ കടിച്ചു പെണ്ണിക്ക് പറ്റിയ ഡ്രസ്സ് ഇതല്ല. നമ്മളെ മൈമൂനല്ലേ ഓട്ടുന്ന ചൊറുക്കാണ്. സ്ലിം ബ്യൂട്ടിയാണ് ഓള്. ഒരു ചിമ്പിലൂറ്റി മൈമൂ. ഞാൻ ഉണ്ട കോഴിക്കോടൊക്കെയാണ്. അത്ര ദൂരെ പോയി പഠിച്ചാലും നടക്കൂല. നടക്കണ്ട, ഞമ്മക്ക് ബസ്സിന് പോയാ മതി. അവിടെ കൊണ്ട് ചേർത്തൂലെന്നാ പറഞ്ഞത്. വാ ഞാൻ കാണിച്ചു തരാം. ആളെവിടെ? നിങ്ങൾ വാന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനും തടിച്ചപ്പോ നിങ്ങൾ പത്രാസിരിപ്പോ ഞാൻ പോരാതായില്ലേ. നല്ലത് പറഞ്ഞ കുറച്ച് ചോർക്കൊക്കെ വേണം. ഇപ്പൊ വരും നിങ്ങളെ കാണാൻ. ഐശ്വര്യറായേ വിമാനം വിളിച്ചു കാണ്ട് ഒരു അഭിഷേകം അവിടേക്കൊന്ന് പോയി പഠിച്ചല്ലേ. നമ്മള് നാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങാടി പുറത്ത് കോളേജ് ഉണ്ടോ? ഇജ്ജ് പറഞ്ഞ അത്ര വിശ്വാസമില്ല. അതാ നിക്കുന്ന
ഏ ഇത് സമീർ അല്ലാലോ? നീയല്ലേ പറഞ്ഞ സമീറാണ് എവിടെയാ പോയെന്ന്? ഞാൻ ചോദിച്ചോളാം. വാലിരിക്കുമ്പോ തല ആടണ്ട. ഈ KMCT കോളേജ് അങ്ങോട്ട് ശുക്രൊക്കെ നിങ്ങൾക്ക് വായക്കപ്പോലും ചായ ഇജ്ജുണ്ടാക്കിയതല്ലേ വലിയ ചോദൊന്നുണ്ടാവില്ല. നിങ്ങൾ മുണുങ്ങണ്ട, ഞാൻ തിന്നോളാം. അതല്ല നസീം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയ ശുക്കൂറിന്റെ ഓള് സമീർ എവിടെ? ഇന്നോട് ആര് പറഞ്ഞു? പറഞ്ഞു ഇവനോ? ഞാനിവിടെ വിഷുവിന്റെ പിടുത്തം വിട്ട് ഓഫറാ, അതിന് സാധനം വാങ്ങാൻ വന്ന. പുറത്ത് വന്നിക്കണോ? വന്നുക്കണു. കണ്ടില്ലേ ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഉണ്ടല്ലേ. അവിടെ എഞ്ചിനീയറിംഗ് അല്ലാതെ വേറെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്? DCA ഉണ്ട്, BBA ഉണ്ട്, എംപൊരി. അതാണ് പയമ്പൊരി. ഇത് എന്റെ വാപ്പ കുഞ്ഞിക്കാതന്നെ വരയ്ക്കണ്ടേ. ആഹാ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലിനെ സീമാനൊരു മാങ്ങാത്തൊലി. ഇന്റെ കൈയൊന്ന് പിടിച്ചാട് നോക്കി. പാവം ഉണ്ടാവും, വെറുതെ എന്റെ മുത്തിനെ ഞാൻ സംശയിച്ച്. കുലുസു ഇതൊക്കെ വിഷുവിന് ബിരിയാണി വെക്കാൻ പറ്റിയ അടിപൊളി കൈമാ റൈസ്. ഉണ്ട്. സൈനുണ്ടോ? പടച്ച തമ്പുരാൻ, ആ കോഴ്സിന്റെ കാര്യമാണ് പറയണ തന്തേ. എന്നാ ഇന്നും അവനെ കൊണ്ട് ഞാൻ ചേർത്ത് ഞാൻ അങ്ങോട്ട് നടന്നോ. നാട്ടുകാർ കാണും എനിക്ക് മോശക്കേടാണ്. നിങ്ങളുടെ കെട്ടിയാനല്ലേ അങ്ങോട്ട് കളി എന്റെ കുട്ടീനെ ഇങ്ങോട്ട് ബാണിങ്ങി പോയി. വലിയൊരാള്. ഹലോ, നിക്ക്. നിങ്ങൾ എന്തിനാ ഓടിയത്? അത് പിന്നെ ഞാൻ കോളേജിൽ നടന്നോ? കോഴന്റെ എപ്പോഴും നടന്നോ? എന്തായിരുന്നു? ഇപ്പച്ചേ ചേർക്കണം നമുക്ക്. മറ്റേ ജിമ്മച്ചിനോട് പറയരുത്. പോലീസിന് എനിക്ക് പണ്ടേ പേടിയാ സാറേ. ഇത് പൊട്ടക്കെട്ടിൽ ജമാലിന്റെ വീടല്ലേ? അതെ സാറേ, എന്തേ പ്രശ്നമുണ്ടോ? ജമാലിനെ ഒരു വണ്ടി വിളിച്ചേ, ആസ്പത്രി കൊണ്ടുപോയി. ജമാൽക്ക് പണിക്ക് പോയതാണല്ലോ സാറേ. എന്താ പേര്? കുലുസു. കുൽസു. സീമിസ് അല്ല സാറേ. നിങ്ങൾക്ക് ഇനി പറ്റുമോ? ഞാൻ തടിച്ചിട്ടല്ലേ ഉണ്ടാ. നിങ്ങൾക്ക് എന്റെ കൈ അടിച്ച വലിയ മോശമല്ലേനാ. നിങ്ങൾ മൈമുനെ വിളിച്ചോളി, ഓള് ഓട്ടോറിച്ചിട്ട് വരും നിങ്ങളെ കൊണ്ടാവാന്. അല്ലേ വേണ്ട, ഐശ്വര്യ റായ് വരും. എന്നാ വെറും കുൽസു. മിസ്റ്റർ ജമാല് ഞങ്ങളെ ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. പലിശയും കൂട്ടുപലിശയും അടക്കം 21 ലക്ഷം രൂപ. വരും വിമാനത്തില്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ രണ്ടാമത് പെണ്ണിട്ടൊന്ന് നമ്പർ ഇങ്ങോട്ട് വരും. ഞാൻ വിളിച്ചാണ് പറയാം നിങ്ങൾ ഇവിടെ വീണ് നടക്കണെന്ന്. ഓൾ ആംബുലൻസ് എത്തി വരും, ചാടി കയറണേ. ബാങ്കിൽ അടയ്ക്കാനുണ്ട്. ഈ കാര്യം ഞങ്ങൾ ജമാലിനോട് പലവട്ടം പറഞ്ഞതുമാണ്. 21 ലക്ഷം ഉറുപ്പിയോ? അതെ, 21 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. അതുകൊണ്ട് കോടതി ഉത്തരവ് മുണ്ടാതെ കിടന്നോളിയോടാ. നിങ്ങൾക്ക് ആവശ്യം നേരത്തെ ഇന്നമാണല്ലേ, അല്ലാതെ നേരത്തെ പുല്ല് വരാം. ഈ വീട് ജപ്തി ചെയ്യാൻ പോവാണ്. അല്ല, ഈ ജപ്തി എന്ന് പറഞ്ഞാല്? ജപ്തി എന്ന് പറഞ്ഞാൽ ഈ വീടും സ്ഥലവും ബാങ്ക് പിടിച്ചെടുക്കാൻ പോവാന്ന്. ഈ അച്ഛന്റെ പിന്നാലെ ഇങ്ങനെ കളച്ച് നടന്നാ മതിയോ? നമുക്ക് പുറം ലോകമൊക്കെ ഒന്ന് കാണണ്ടേ? നമുക്ക് പോവാം. അതിന് കൊറേ പൈസ വേണം. എന്റെ അച്ഛന്റെ പെട്ടില് ഞാനിത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ല, ഇങ്ങളോടി ഒരു വെള്ള പർദ്ദയൊക്കെ ഇട്ടിട്ട് ചുമന്ന റിബണൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഒരാളില്ലേ, ഓലയുടെ പൈസ ഉണ്ടല്ലോ. എന്നു പൈസ എടുത്തിട്ട് വാ, അനക്ക് ഞാൻ പുറം ലോകം കാണിച്ചു തരാം. ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയറെ പോലുള്ള ഒരാള് പറഞ്ഞ പോലെ അയാളോട് പോയി. അയാളൊന്ന് ലീവാ സാറേ. ഞാൻ ഈ സിനിമയിൽ മാത്രമേ ജപ്തി കണ്ടിട്ടുള്ളൂ, നേരിട്ട്